എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എൻട്രൻസ് ഫീ ഉണ്ടായിരുന്നു 120 രൂപയായിരുന്നു. അത് കൊടുത്ത് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള അലങ്കാര മത്സ്യങ്ങളുടെ ആ ഒരു ഓരോ ഏരിയസും പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. ആ ഗ്ലാസിൻ്റെ അകത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ ഇവരിത് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള പല എക്സ്പോസിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയോ ഈ ഒരു എക്സ്പോയിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. കണ്ട് ഇത് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ഫാമിലീസ് വന്ന് ഈ ഒരു ഏരിയ വളരെയധികം ആസ്വദിച്ചിട്ടുണ്ട്. അത് ഷാർക്കിൻ്റെ ഒരു കൂട്ടം ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ അക്വറിയുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ്. ഈ മീനിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. വീണ്ടും നമുക്കിങ്ങനെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകാം. ഇതും വേറൊരു തരത്തിലുള്ള മീനാണ്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും വീടുകളിൽ കണ്ടുള്ള മീനുകളാണ്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു 6-7 വർഷമായി ഇതൊക്കെ വിട്ടിട്ട്. ഇപ്പോൾ ഈ ഒരു മീനൊക്കെ ഒരു കാലത്ത് വീടുകളിൽ വളർത്തിക്കൊണ്ടിരുന്ന മീനുകളാണ്. അലങ്കാര മത്സ്യങ്ങളുടെ ഒരു കലവറയാണ് ഈ എക്സ്പോ എന്ന് പറയുന്നത്. ഇത് നോക്കിക്കുക, എന്ത് രസമാണെന്ന് നോക്കിക്കുക. നമുക്കിങ്ങനെ ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ഫീലാണ് ഇത്. കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കാണാനായിട്ട്. ഇത് ഒരുപാട് ഫാമിലീസ് ഇങ്ങനെ ഫോട്ടോസിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ പോകുന്ന ടണൽ അക്വേറിയമാണ്. അതിൻ്റെ അകത്തോട്ട് കയറിയ സമയത്ത് ശരിക്കും നമ്മുടെ കടലിൻ്റെ അടിയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സഞ്ചരിക്കുന്ന ആ ഒരു ഫീലായിരുന്നു കേട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു കാഴ്ച കാണാനായിട്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മീനുകൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ടണൽ അക്വേറിയത്തിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്നത്. തീർന്നില്ല കേട്ടോ, ഇനിയുണ്ട്. നമുക്കിങ്ങനെ അതിൻ്റെ ഭംഗികളൊക്കെ കണ്ടിങ്ങനെ പോകാം. പറയാൻ വാക്കുകളൊന്നുമില്ല, അതുപോലെ ഭംഗിയാണ് ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ ഉള്ള കാഴ്ച. പിന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നതിൻ്റെ ആ ഒരു തിരക്കുകളുണ്ട്. എങ്കിലും നമുക്ക് ആ ഭംഗി വളരെ നന്നായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റി. ഈ ഒരു കുഞ്ഞു മീനുകൾ അത് കുറവാണെങ്കിലും അതിങ്ങനെ ഓടിക്കളിക്കുന്ന കാണാൻ മറ്റൊരു ഭംഗിയായിരുന്നു. ഇത് എന്ത് മീനാണെന്നറിയാൻ പാടില്ല, പക്ഷെ ഭയങ്കര ഒരു വലിപ്പമുള്ള മീനാണ്. കണ്ടോ എന്ത് ഭംഗിയുള്ള ഒരു കാഴ്ചയെന്ന് നോക്കി. ക്ലാസ്സിൽ കൂടെ തന്നെ പലരും ഇങ്ങനെ ഈ ഒരു ഭംഗികളിങ്ങനെ ആസ്വദിച്ച് പോകുന്ന ആ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കിങ്ങനെ നോക്കാം എന്തൊക്കെയാണെന്ന് കാഴ്ച. ഏഞ്ചൽ ഫിഷിൻ്റെ ഒരു കളക്ഷൻ കണ്ടോ, അതാണ് ഈ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ഒരു ഏഞ്ചലിൻ്റെ ഭംഗി തന്നെ ആസ്വദിച്ച് പോകണം. ഇത് വേറൊരു മീനാണ്. ഞാൻ പറഞ്ഞല്ലോ പല മീനുകളുടെയും പേരിങ്ങനെ മറന്നുപോയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തയിലേക്ക് പോകുന്നത് മറ്റൊരു സർപ്രൈസ് ആണ് കേട്ടോ. അത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോകാം. ഒരുപാട് ഫാമിലീസ് ഇവിടെ വന്ന് ഇങ്ങനെ ആസ്വദിച്ചിട്ട് നമ്മൾ വന്ന സമയത്ത് ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്ന് പറഞ്ഞ മെർമെയ്ഡ് മത്സ്യകന്യക. ഞാൻ ആദ്യം വിചാരിച്ചു ഡമ്മി എന്തെങ്കിലും, പക്ഷേ പിന്നീട് ആ ഒരു ചലനങ്ങൾ കണ്ടപ്പോഴാണ് അത് ഒറിജിനലാണെന്ന് മനസ്സിലായത്. മുകളിലോട്ട് പോവുകയാണ്, ശ്വാസം എടുക്കാൻ വേണ്ടി പോവുകയാണ്. വീണ്ടും താഴേക്ക് വന്നു. എന്ത് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നറിയോ. നല്ല ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു മത്സ്യകന്യകയും വന്ന ആസ്വദിച്ച് അത് കാണാൻ നിന്ന ഓഡിയൻസുമായിട്ട്. വീണ്ടും അവരിങ്ങനെ നീന്തി 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 ഇങ്ങനെ പോവുകയാണ്. ഇതുവരെയുള്ള മറൈൻ എക്സ്പോസിൽ ആദ്യത്തെ സംഭവമാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ലൈവായിട്ടുള്ള ഒരു മത്സ്യകന്യകയെ കാണുന്നതെന്ന് പറയുന്നു. എന്തായാലും 120 രൂപയ്ക്ക് ഇത് വളരെ വെർത്താണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു എക്സ്പോ കണ്ട് ആസ്വദിക്കുക. ഓണം സമയം വരെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഫോളോ ചെയ്യുക. താങ്ക്